ഓ നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം സ്കന്ധം 9 7-ാം അധ്യായം. മാന്ധാതൃവംശ കഥനം. ശ്രീശുകൻ പറഞ്ഞു, മാന്ധാതൃപുത്രരിൽ ശ്രേഷ്ഠനാം പരീഷൻ യശോമയൻ മുത്തച്ഛൻ അംഗീകരിച്ച തൽസുതൻ യൗവനാശ്വനും തൽസുതൻ ഹാരീതനുമാണ് അന്യമാന്ധാതൃകീർത്തികൾ. നാഗഭ്രാതാക്കളാൽ ദത്ത പുരുകുൽസന്നു നർമ്മദ എത്തിച്ചാളവനെ പാതാളത്തിൽ നാഗോക്തി കേട്ടവൾ. വധ്യഗന്ധർവരെ കൊന്നാൻ അദ്ദേഹം വിഷ്ണുശക്തിയാൽ. ഇതോർത്താൽ സർപ്പഭീ തീണ്ടില്ലെന്നവൻ നേടിനാൻ വരം. പൗരുകുൽസൻ ത്രസദ്ദസ്യു തുടർച്ച അനരണ്യനും ഹര്യശ്വൻ അരുണൻ പിന്നെ ത്രിബന്ധനുമാം നൃപാം. ത്രിബന്ധനസുതൻ സത്യവ്രതനത്രേ തൃശങ്കുവും വസിഷ്ഠശാപാൽ ചണ്ടാളൻ വിശ്വാമിത്രേച്ഛയാലവൻ ഉടലോടെ സ്വർഗമെത്തി വിണ്ണോരുന്തുകയാലവൻ തലകീഴായി വീണു നക്ഷത്രമായി നിൽപ്പൂ സ്വശക്തിയാൽ. തൽപുത്രനാം ഹരിശ്ചന്ദ്രൻ ഹേതുവായി പല വത്സരം യുദ്ധം ചെയ്തു. പക്ഷികളായി വിശ്വാമിത്രൻ വസിഷ്ഠനും ഹരിശ്ചന്ദ്രൻ അപുത്രൻ ചെന്നർത്ഥിച്ചു നാരദോക്തിയാൽ വരുണങ്കൽ. സന്തതിക്കായി പ്രസാദിക്കണമെന്നിൽ നീ ഉണ്ടായാൽ ആ പുത്രനെ ഞാൻ പശുവാക്കി യജിച്ചിടാം ശരിയെന്നോതി വരുണൻ. പുത്രനുണ്ടായി രോഹിതൻ. വരുണൻ ചൊല്ലി, മകനെ എനിക്കായി യജിക്ക നീ ഭൂപൻ ചൊല്ലി 10 ദിനം തീരണം പുല പോകുവാൻ. യാഗാർത്ഥി വരുണൻ വന്നു 11 പിന്നെയും ശുദ്ധനല്ല പല്ലുവരാത്തവനെന്നോതി ഭൂപതി. വന്നു പല്ലു മുളച്ചപ്പോഴേക്കും യാഗാർത്ഥി സത്വരം നൃപനോതി പല്ലു കൊഴിയുമ്പോഴേ ശുദ്ധി കൈവരൂ. പശു പല്ലു കൊഴിഞ്ഞപ്പോൾ പിന്നെയും വന്നു സത്വരൻ. നൃപൻ ചൊന്നാൻ പല്ലു വീണ്ടും മുളച്ചേ ശുദ്ധി കൈവരൂ. പല്ലു വീണ്ടും മുളച്ചപ്പോൾ വരുണൻ വന്ന വേളയിൽ ചൊന്നാൻ, ശുചിത്വം തികയാൻ പുത്രൻ ക്ഷത്രിയനാവണം. വരുണൻ ചെന്നപ്പോഴൊക്കെ പുത്രവത്സലനാ നൃപൻ തട്ടുത്തരം പറകിലും കാത്തിരുന്നീടിനാൻ അവൻ. അച്ഛൻ്റെ ഉള്ളിരിപ്പൂഹിച്ചവൻ വില്ലാളി രോഹിതൻ. പ്രാണൻ കാക്കാൻ അരണ്യത്തിൽ പോയി പാർത്തു നിഗൂഢമായി. അച്ഛനു പാശിശാപത്താൽ പിടിപെട്ടു മഹോദരം. മകൻ വെമ്പി നാടുപോകാൻ അരുതെന്നായി വാസവൻ. തീർത്ഥക്ഷേത്രാടനം പുണ്യം ചെയ്യുക നീ ഭൂപ്രദക്ഷിണം. 1 വത്സരം അമ്മട്ടിൽ കഴിച്ചു കാട്ടിൽ രോഹിതൻ. വൃദ്ധബ്രാഹ്മണ വേഷത്തിൽ കൊല്ലന്തോറും പുരന്തരൻ വിലക്കിനാൻ രോഹിതനെ 5 ആണ്ടു തികയും വരെ. 6-ാം കൊല്ലം നാട്ടിലെത്തി അജീകർത്തദ്വിജന്നവൻ പണം നൽകി ശുനശേഫൻ എന്ന മധ്യമപുത്രനെ പശുവായി മേടിച്ചു പിതാവിനർപ്പിച്ചു വണങ്ങിനാൻ. പിന്നെ പുരുഷമേധത്താൽ ഹരിശ്ചന്ദ്രൻ യശോധനൻ വരുണാദി സുരർക്കർച്ചിച്ചാർജിച്ചു രോഗശാന്തിയെ. വിശ്വാമിത്രൻ അതിൻഹോതാവ് അധ്വർയു ജമദഗ്നിയും വസിഷ്ഠൻ ബ്രഹ്മനും സാമോൽഗാതാവായ അയാസിനും സമ്മാനിച്ചു സ്വർണരഥം ഇന്ദ്രൻ ഭൂപന്നു തുഷ്ടിയാൽ. സഭാര്യന ഭൂപതിതൻ സത്യസ്ഥിരത കാൺകയാൽ വിശ്വാമിത്രൻ അതിപ്രീതൻ അഖണ്ഡജ്ഞാനമേകിനാൻ. മനസ്സു പൃഥ്വി അപ്പഗ്നിയിങ്കലും അഗ്നി കാറ്റിൽ കാറ്റു വിണ്ണിൽ വിണ്ണഹത്തിലും ഇങ്ങനെ. അഹം മഹത്തിൽ മഹത്താ ജീവാത്മാവിലുമാഴ്ത്തവേ അജ്ഞാനമാകെ ധ്യാനത്തിൽ ദഹിക്കേ. ധ്യാനമുക്തനായി നിസ്തർക്ക നിർവാണസുഖം പൂകി നിസ്സംഗനാ നൃപൻ. ഹരേ നമ. ശ്രീകൃഷ്ണാർപ്പണമസ്തു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരേ നാരായണ.